ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലിസണിങ് മൊഡ്യൂളിനെ കുറിച്ചാണ്, OETയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസണിങ് മൊഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അതിനു മുന്നേ തന്നെ നിങ്ങളുടെ റീഡിംഗ് മെറ്റീരിയലിൽ ഈ പാർട്ട് ABC-യുടെ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസണിങ് മൊഡ്യൂളിനെ കുറിച്ച് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻസിലെ ഓൾമോസ്റ്റ് ഒരു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയലാണ് ലിസണിങ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസണിങ് ഹാബിറ്റ് ഇല്ലാത്തവർക്ക് കേട്ടോ, ചിലരൊക്കെ ഉണ്ട് ഒത്തിരി ലിസണിങ് ഹാബിറ്റ് ചൈൽഡ്ഹുഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. അധികം ഇംഗ്ലീഷ് മൂവീസോ സോങ്സ് ഒന്നും കേൾക്കാത്തവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് മൊഡ്യൂളിൽ നമുക്ക് 3 ആക്ടിവിറ്റീസ് ആണ് അറ്റ് എ ടൈം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ലിസണിങ്ങിലെ നമ്മൾക്ക് അവർ പ്ലേ ചെയ്യുന്ന ഓഡിയോ കേൾക്കണം. ഓക്കെ, ആ ഓഡിയോ കേൾക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യണം, ഓപ്ഷൻസ് നോക്കണം, അതിനൊപ്പം നമ്മൾ ആൻസർ എഴുതി പോകണം. അങ്ങനെ 3 ആക്ടിവിറ്റീസ് ആണ് അറ്റ് എ ടൈം വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ OETനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന എബിലിറ്റിയാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ലിസണിങ് മൊഡ്യൂൾ ഇച്ചിരി ടഫ് ആണെങ്കിൽ പോലും കൂടുതൽ അതിൽ എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബി ഗ്രേഡ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലിസണിങ്ങിന് നമുക്ക് ലിസണിങ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം റീഡിങ് പോലെ തന്നെയാണ്. കാരണം നമുക്ക് റീഡിങ്ങിന് 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതുപോലെ പാർട്ട് ABC അങ്ങനെ 3 പാർട്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് പാർട്ട് A, പാർട്ട് B, പാർട്ട് C സെയിം 42 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 42-ലെ എത്ര മാർക്സ് കിട്ടിയാലാണ് അതിന്റെ ഗ്രേഡ് എന്നുള്ളത് ഞാൻ ഓൾറെഡി റീഡിങ്ങിന്റെ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു. എങ്കിൽ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഔട്ട് ഓഫ് 42 36 to 42 ആണ് നമുക്ക് കിട്ടുന്ന മാർക്കെങ്കിൽ അത് A ഗ്രേഡ് ആണ്. ഓക്കെ, ദെൻ 30 to 35 ആണെങ്കിൽ നമുക്ക് B ഗ്രേഡ്, 25 to 29 ആണെങ്കിൽ C+, 17 to 24 ആണെങ്കിൽ C, ദെൻ ബിലോ 17 ആണെങ്കിൽ D and E. അപ്പൊ നമുക്ക് മിനിമം C+ എങ്കിലും വേണമല്ലോ. അതായത് ക്ലബിംഗ് ഓപ്ഷൻ ആയാലും നമുക്ക് ഇപ്പൊ അയർലൻഡിലേക്ക് ആയാലും ഒക്കെ മിനിമം C+ ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ എയിം എന്തായിരിക്കണം? ഔട്ട് ഓഫ് 42 മിനിമം 25, 26 ആ റേഞ്ചിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്ന് കൂടുതലായിട്ട് നമുക്ക് പാർട്ട് A ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വാച്ച് പാർട്ട് A. ഓക്കെ, അപ്പൊ നമുക്ക് ലിസണിങ് പാർട്ട് A അല്ലേ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഈ ലിസണിങ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമുക്ക് ഫുൾ കോൺഫിഡൻസും എനർജിയും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും അത്യാവശ്യം വേണ്ട ഒരു മൊഡ്യൂളാണ്. ഓക്കെ, റീഡിങ്ങിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമുക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് കൂടുതൽ ലിസണിങ് മൊഡ്യൂളിലാണ്. ഒരു ചെറിയൊരു ശ്രദ്ധയില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നോ അതിലധികമോ ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായി പോയേക്കാം. അപ്പോൾ റീഡിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് മെറ്റീരിയൽ അല്ലേ. അപ്പം ടൈം മാത്രം ജസ്റ്റ് മാനേജ് ചെയ്ത് പോയാൽ മതി. ഇവിടെ എന്താ, ആ ഓഡിയോ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വിട്ടു അല്ലെങ്കിൽ കിട്ടിയില്ല, സ്കിപ്പ് ആക്കാൻ പറ്റുന്നല്ലാതെ നമുക്കത് വീണ്ടും റിപ്പീറ്റ് കേൾക്കാനോ നോക്കാനോ വേറെ ഒരു ചാൻസും ഇല്ല. അതായത് ഓഡിയോ ഇല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം കാണാൻ പറ്റും, പക്ഷെ ഓഡിയോ ഇല്ലാതെ എന്താ പ്രയോജനമില്ല. അതുകൊണ്ടാണ് ലിസണിങ് മൊഡ്യൂൾ ഇത്തിരി കൂടി ടഫാന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല റിലാക്സ് ആയി ടെൻഷൻ ഫ്രീ ആയി ഓക്കെ, നല്ല കോൺഫിഡൻസും എനർജിയും കോൺസെൻട്രേഷനും അത്യാവശ്യം വേണ്ട മൊഡ്യൂളാണ് റീഡിംഗ് മൊഡ്യൂൾ. ദെൻ ഇനി നമുക്ക് പാർട്ട് എയിലെ സ്ട്രക്ചർ നോക്കാം, ക്വസ്റ്റ്യൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ പാർട്ട് എയില് ഇതുപോലെ നമ്മുടെ റീഡിങ്ങിനാണെങ്കിൽ പാർട്ട് എക്ക് 1 to 20 ക്വസ്റ്റ്യൻസ് ആണ്. ലിസണിങ്ങിന് നമുക്ക് 1 to 24 ക്വസ്റ്റ്യൻസും പാർട്ട് എയിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പാർട്ട് എ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ പാർട്ട് എ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് എന്ന് തന്നെ നമുക്ക് ഒരു 20 മാർക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സേഫ് സോണിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഔട്ട് ഓഫ് 24, അതായത് പാർട്ട് എയിലെ 24 ക്വസ്റ്റ്യൻസിലെ നമുക്കൊരു 20 അല്ലെങ്കിൽ ഒരു 19 റേഞ്ച് ആണ് നിങ്ങൾക്ക് എയിം വേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ പാർട്ട് എ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ
രണ്ട് സെറ്റാണ് വരുന്നത്. അതായത് കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ, ഏതെങ്കിലും ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണല് ഒരു പേഷ്യന്റുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ രണ്ട് ടൈപ്പാണ്, രണ്ട് ടൈപ്പ് കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പിൽ നിന്നാണ് 1 to 12 ക്വസ്റ്റ്യൻസ്. ദെൻ സെക്കൻഡ് കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് നിന്നാണ് 13 to 24 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലെ. അതായത് ഒരു പേഷ്യന്റ് വരുന്നു, അവരുടെ നെയിം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. ദെൻ പേഷ്യന്റ് അവരുടെ കംപ്ലൈൻസ് പറയും. അപ്പൊ എത്ര നാളായി കംപ്ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വേറെ ഉണ്ടോ, പിന്നെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി ഫുള്ള് പറയണം. ദെൻ പാസ്റ്റ് ഹിസ്റ്ററികൾ പറയും, പാസ്റ്റ് മെഡിക്കൽ സർജിക്കൽ ഹിസ്റ്ററി പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെറിഡിറ്ററി പ്രോബ്ലംസ് ഓൾറെഡി ഉള്ളവരാണോ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററീസ് ഉണ്ടോ, അതല്ലെങ്കിൽ കറന്റ് മെഡിസിൻസ് എന്തെങ്കിലും പോകുന്നുണ്ടോ, ഇനി എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളുടെ പേഷ്യന്റും കൺസൾട്ടന്റും തമ്മിൽ കോൺവെർസേഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ ആൻസേഴ്സ് വരുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് കംപ്ലൈൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയൊരു 2-3 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ആയിട്ട് തരും അവര് ഫിൽ ചെയ്യാനായിട്ട്. അവിടെയാണ് നമുക്ക് ഇവിടെ റീഡിങ് പോലെയല്ല, ഇതിനകത്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ എഴുതാൻ അവിടെ സ്പേസ് ഉണ്ടാവും. സെയിം ലൈക്ക് നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്നുണ്ട് ഒരു സ്പേസ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ കംപ്ലൈൻസ് ഓഫ് എന്നൊരു സ്പേസ് ആണെങ്കിൽ അപ്പൊ നമുക്ക് പേഷ്യന്റ് പറയണേ അബ്ഡോമിനൽ പെയിൻ, അപ്പൊ അബ്ഡോമിനൽ പെയിൻ എഴുതുന്നു. അത്രയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ 1 to 24 ക്വസ്റ്റ്യൻസും ഇതുപോലെയാണ്. അപ്പൊ ഈ എക്സ്ട്രാക്ട് ഫസ്റ്റ് കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ടൈം തരുന്നുണ്ട്. അതായത് 30 seconds ആണ് നമുക്ക് തരുന്നത്. അതായത് ഫുൾ ഈ 1 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാനായിട്ട് 30 seconds ആണ് തരുന്നത്. അപ്പൊ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഈ ടൈമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, 30 seconds നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആക്ച്വലി ഈ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരൊരു ഡിസ്ക്രിപ്ഷൻ തരും. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഈസ് ടോക്കിംഗ് ടു എ പേഷ്യന്റ്, അങ്ങനെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരും ടോട്ടലി. ആ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാക്സിമം ഈ 1 to 12 ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ അത് റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ആ റീഡ് ചെയ്യാൻ നമ്മൾ എത്ര പ്രാവശ്യം നമ്മളത് വായിക്കുന്നു അത്രയും ഈസി ആയിരിക്കും നമുക്ക് ലിസൺ ചെയ്യുമ്പോൾ ആൻസേഴ്സ് ക്യാച്ച് ചെയ്ത് എഴുതാനായിട്ട്. അപ്പോൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. പോസുകളായിക്കോട്ടെ, അതിന് മുന്നേ ഈ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് തൊട്ട് തന്നെ നിങ്ങളത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക റീഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് വേണ്ട വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആയിരിക്കാം. അപ്പൊ ഓക്കെ, ആ മെഡിക്കൽ പ്രോബ്ലം എന്തായിരിക്കാം നമുക്കൊരു 2-3 അസംഷൻസ് വെക്കാം. അപ്പോൾ പെട്ടെന്ന് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ആ അസ്യൂം ചെയ്തതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഒരു 90% അത് തന്നെയായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഗസ് ചെയ്യുക എന്ന് പറയും. അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാട്ടോ. ഇപ്പം ഒരു മെഡിസിന്റെ പേരാണ് വരുന്നത് നോക്കിയേ, അപ്പൊ ഗൗട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ നമുക്ക് എന്തൊക്കെ വരും, അലോപിരിനോൾ ഉണ്ട്, അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. മനസ്സിലായോ? ഇപ്പൊ തൈറോയ്ഡ് റിലേറ്റഡ് ആണെങ്കിൽ ലിയോ തൈറോക്സിൻ ഉണ്ട്, തൈറോണോം ഉണ്ട്, അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ലിയോ തൈറോക്സിൻ എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എഴുതാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. ദെൻ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഓൾറെഡി നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്പേസിന് തൊട്ട് മുന്നേയും അതിന് തൊട്ട് ശേഷമുള്ള വേർഡ്സുകൾ നോക്കുക. ചിലപ്പോൾ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ ഒരു പ്രൊപ്പോസിഷനോ ഒക്കെ ചിലപ്പോൾ വവ്വൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണെന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും കൂടി ഈസി ആയിട്ട് വരും. അതേപോലെ അങ്ങനെ അസ്യൂം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിലും ഇപ്പം ലെങ്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 വേർഡ്സ്, ഇപ്പം അബ്ഡോമിനൽ പെയിൻ, അങ്ങനെ കുഞ്ഞു വേർഡ്സുകളായിരിക്കും മിക്കവാറും വരുന്നത്. പക്ഷെ ചില സമയത്ത് അതും വേറെ കാര്യമുണ്ട്. ഇപ്പം ഒരു ആൻസറും അടുത്ത ആൻസറും തമ്മിൽ കുറച്ച് സ്പേസ്, അതായത് കുറച്ച് ടൈം നമുക്ക് കിട്ടും. ആക്ച്വലി അങ്ങനെയാണ് വരുന്നത്. അടുത്തടുത്തുള്ള ആൻസേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ എങ്ങാനും അടുത്തടുത്തുള്ള ആൻസേഴ്സ് പെട്ടെന്ന് എഴുതേണ്ടി വരും ചില സ്ഥലത്ത് കേട്ടോ. ഒരു 4 ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ വരുന്നുണ്ടാവാം. അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതി തീരുമ്പോഴത്തേനും അടുത്ത ക്വസ്റ്റ്യൻ എഴുതേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് ഫോം ആയിട്ട്, ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ്, അപ്പൊ മെഡിക്കൽ മാനേജ്മെന്റിന് MGT നമ്മൾ എഴുതത്തില്ലേ, ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മെഡിക്കൽ മാത്രം എഴുതാം. ലാസ്റ്റ് നമുക്ക് ഈ ടോട്ടൽ ലിസണിങ് മെറ്റീരിയൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 minutes നമുക്ക് ഒരു ടൈം തരുന്നുണ്ട്. ആ സമയത്ത് പോയിട്ട് നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ
അങ്ങനെ നമുക്ക് ഷോർട്ട് ഫോംസ് വെച്ചിട്ട് ഒരു ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഷോർട്ട് ഫോം വെച്ച് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ അടുത്ത ആൻസേഴ്സ് ഒന്നും നമുക്ക് മിസ്സായി പോകത്തില്ല. അപ്പോൾ അതാണ് അടുത്തത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങാനും ഇപ്പോൾ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പായി പോയി എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു 10th ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് പോയി, പക്ഷെ നമ്മൾ അതവിടെ പതറരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യനും പോയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ബി ഗ്രേഡ് നിങ്ങൾക്ക് നഷ്ടമാവുന്നില്ല. അപ്പൊ അതിൽ പാനിക് ആവാതെ, ചിലവരുണ്ടാവും ഓക്കെ ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, നെക്സ്റ്റ് നമ്മൾ മുന്നോട്ട് നമ്മുടെ ഓഡിയോ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ റീഡിങ് മെറ്റീരിയൽ പോലെയല്ല, ഓഡിയോ നമുക്ക് നമ്മുടെ കയ്യിലല്ല, അത് കൺട്രോളബിൾ അല്ല. അതുകൊണ്ട് ഈ ഓഡിയോ പോയിക്കൊണ്ടിരിക്കുന്നുള്ള ബോധ്യം നമുക്ക് നന്നായിട്ട് വേണം. അപ്പൊ പെട്ടെന്ന് എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും നമ്മൾ സ്കിപ്പായി പോവുകയാണ് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പാനിക് ആവാതെ മുന്നോട്ട് പോവാം. ഓക്കെ, അതവിടെ ലീവ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ കേട്ടെഴുതുന്നു. ഓക്കെ, അപ്പൊ ബാക്കി വരുന്ന ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ള ട്രൈ ചെയ്യണം. അതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ റീഡിംഗ് മോഡ്യൂൾ പോലെ തന്നെ ഏകദേശം നമുക്ക് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാക്സിമം നിങ്ങൾ കുറയ്ക്കുക. എറേഴ്സ്, സ്പെല്ലിംഗ് എറേഴ്സ് ആയാലും ക്യാപ്സിലും ഒക്കെ എല്ലാം ശ്രദ്ധിച്ചു വേണം തന്നെ എഴുതാനായിട്ട്. പിന്നെ ഇവിടെ ചിലപ്പോൾ മെഡിസിൻസിന്റെ പേര് വരും. ഓക്കെ, ഇപ്പം നമുക്കിപ്പം ചിലപ്പോൾ കേൾക്കാത്ത, ഇപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാത്ത വല്ല ബ്രാൻഡ് നെയിമോ ട്രേഡ് നെയിമോ ഒക്കെ വ്യത്യാസമുള്ളത് വരാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ ഇപ്പോൾ DLL, T അങ്ങനെയൊക്കെ നമുക്ക് ചില സമയത്ത് പ്രൊനൗൺസിയേഷൻ ഓക്കെ ആയിരിക്കും, പക്ഷെ സ്പെല്ലിങ് എറർ ഉണ്ടായിരിക്കും. പക്ഷെ അവർ പറയുന്നത് മെഡിസിന്റെ കാര്യത്തിലാട്ടോ അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ നെയിമൊക്കെ എഴുതുമ്പം അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഓക്കെ, പ്രൊനൗൺസിയേഷൻ ഓൾമോസ്റ്റ് ഏകദേശം ഓക്കെ ആണെങ്കിൽ അവർ മാർക്ക് തരുന്നതാണ് പറയപ്പെടുന്നത്. ദെൻ നിങ്ങൾക്കറിയാലോ, പാട്ടേ റീഡിംഗ് ആയാലും ലിസണിങ് ആയാലും മാനുവൽ കറക്ഷൻ ആണ്. അതായത് നോക്കുകയാണ്, അല്ലാതെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. പാർട്ട് ബിയും സിയും പോലെ അല്ല. പാർട്ട് എ എന്ന് പറയുന്നത് ആരെങ്കിലും മാനുവലി നോക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിരിക്കും, അവർ തരുന്നത് അനുസരിച്ചിരിക്കും. എങ്കിലും നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു മെഡിസിൻ, അതായത് നമ്മൾ ഒത്തിരി ലിസണിങ് മൊഡ്യൂൾ ചെയ്യുമല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കാത്ത വല്ല മെഡിസിൻ്റെ നെയിമൊക്കെ വരുമ്പം നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ അത് വായിച്ചിട്ടൊക്കെ എക്സാമിന് മുന്നേ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കേൾക്കാത്ത മെഡിസിൻസിന്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പാർട്ട് എയുടെ ഫസ്റ്റ് 1 to 12 എന്ന് പറയുന്നത് ആ ഒരു കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു സ്പേസ്, ഒരു ടൈം തരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് കൺസൾട്ടന്റുമായിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ അവരൊരു ഡിസ്ക്രിപ്ഷൻ തരും. ആ സമയത്തും അതുപോലെ ബാക്കി ഒരു 30 സെക്കൻഡ്സും നമുക്ക് തരുന്നുണ്ട്. ആ സമയം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് 13 to 24 ഇപ്പം നമ്മൾ 1 to 12 ചെയ്ത പോലെ തന്നെ വായിച്ച് അസ്യൂം ചെയ്ത് വെക്കുക. ദെൻ ഒപ്പം ഓഡിയോ കേൾക്കുന്നതിനൊപ്പം തന്നെ എഴുതി വെക്കുക. അപ്പം ഇവിടെയും അതുപോലെ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ പാനിക് ആവാതെ മുന്നോട്ടുള്ളത് കേട്ട് ബാക്കിയെല്ലാം ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ എങ്ങാനും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. അപ്പോൾ 1 to 24 ഇപ്പോൾ ഒരു 4-3 ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോൻ്റെ ഒപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ലാസ്റ്റ് 2 മിനിറ്റ്സിൽ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഏകദേശം അസ്യൂം ചെയ്യാമല്ലോ, ഒരു സർജറിയുടെ പേരായിരിക്കും. അപ്പോൾ നമ്മൾ കേട്ടതാണ് ഓൾറെഡി. അപ്പോൾ എന്തെങ്കിലും അസ്യൂം ചെയ്തെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഒരിക്കലും ഒന്നും എഴുതാതെ ആൻസറിന്റെ പാർട്ടുകൾ ലീവ് ചെയ്യരുത്. ഓക്കെ, നെഗറ്റീവ് മാർക്കിങ്സ് നമുക്ക് ഇവിടെ ഇല്ല. അങ്ങനെയും നമുക്ക് ചിലപ്പോൾ മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ ലീവ് ചെയ്ത് വിടുന്നേക്കാളും എന്തുകൊണ്ട് നല്ലത് എന്താ, അസ്യൂം ചെയ്തിട്ട് എഴുതുന്നതാണ്. ഓക്കെ, ദെൻ മാക്സിമം പാർട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോട്ടൽ 42-ൽ 24 ക്വസ്റ്റ്യൻസും എവിടെയാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇപ്പൊ ടൈം ഇല്ല, പ്രാക്ടീസ് ചെയ്യാൻ ടൈം ഇല്ലാത്തവരായിരിക്കാം, ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കാം, കുക്കിംഗ് അങ്ങനെ പ്രശ്നങ്ങളും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പാർട്ട് എ മാത്രം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ഇല്ലേ, അതായത് കേട്ട് കണ്ട് എഴുതുന്ന ഒരു ശീലം, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു റൈറ്റിങ്ങിനുള്ള സ്പീഡ് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആണ് ആക്ച്വലി. അപ്പൊ പക്ഷെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് അത് ചെയ്തു തീർക്കാവുന്ന ഒരു ടാസ്കും കൂടിയാണ്. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പാട്ട്. അതുപോലെ
ഇന്ന് നേരത്തെ പറഞ്ഞ ടിപ്പുകളൊക്കെ ഒന്ന് ഓർക്കുക. നല്ല കോൺസെൻട്രേഷൻ വേണം, റിലാക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, നല്ല എനർജിയും അതുപോലെ തന്നെ കാം ആൻഡ് റിലാക്സ് ആയി ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രോസസ്സും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എല്ലാ പ്രോസസ്സും യൂട്ടിലൈസ് ചെയ്യാന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുക. ദെൻ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂം ചെയ്യുക, അതായത് ഗസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു നമ്പർ ആവാം, ഒരു മെഡിക്കൽ പ്രോബ്ലം ആയിരിക്കാം, ഒരു ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, അത് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ എങ്ങാനും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു വവ്വലാണോ വരുന്നത് എന്നൊക്കെ നമുക്ക് അതിനും അപ്പോൾ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് തൊട്ട് പിന്നെയോ ഉള്ള വേർഡ്സ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ചും കൂടി നമുക്ക് അസ്യൂം ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പാനിക് ആവാതെ അടുത്തത് വായിക്കാനുള്ള ഒരു ധൈര്യം, അതാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ മെഡിസിൻ്റെ നെയിം എല്ലാം ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ എഴുതി വെക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് എയിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാർട്ട് എ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് എനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 1 to 24 ഒരു മിനിമം ഒരു 90 ആണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളൊരു എയിം വെക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സേഫ് സോണിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 24 19 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ C+ന് വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് ബിയും സിയും എനിവേ എങ്ങനെയായാലും നമുക്കൊരു 6 മാർക്കൊക്കെ ഈസി ആയിട്ട് വാങ്ങാം. C+ കിട്ടുന്ന കാര്യമായിട്ടോ പറഞ്ഞേ. ബി ആണെങ്കിലും എ പാർട്ടിൽ ഇത്രയും നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി സേഫ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.